രാജസ്ഥാൻ റോയൽസിന്റെ മുന്നിൽ ഇനി അവശേഷിക്കുന്നത് വെറും 6 മത്സരങ്ങൾ മാത്രം. നിലവിൽ 8 മത്സരങ്ങളിൽ 7ലും ജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നു. ടോപ്പ് 4-ൽ സ്ഥാനമുറപ്പിക്കാൻ ഇനി 1-2 ജയം തന്നെ ധാരാളമാണ്. കാരണം 10ാം സ്ഥാനത്തുള്ള RCBയും 9ാം സ്ഥാനത്തുള്ള പഞ്ചാബും ഇനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മറ്റ് ടീമുകൾക്കെല്ലാം ഇനിയും അവസരം അവശേഷിക്കുന്നു. രാജസ്ഥാന്റെ അടുത്ത മത്സരം ശനിയാഴ്ച ലക്നൌവിനെതിരെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മാർക്കസ് സ്റ്റോയിനിസിന്റെ 63 ബോളിൽ നേടിയ 124 റൺസിന്റെ മികവിൽ CSKയെ തോൽപ്പിച്ചാണ് ലക്നൌ വരുന്നത്. തുടർച്ചയായ 2ാമത്തെ ജയമാണ് അവരുടേത്. 8ൽ 4 മത്സരങ്ങളിലാണ് ലക്നൌ ജയിച്ചു നിൽക്കുന്നത്. രാഹുലും ഡീകോക്കുമൊക്കെ ഫോമിൽ നിൽക്കുന്നു എന്നത് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. എന്നാൽ സീസണിൽ ഇതുവരെ ഫോമാകാതിരുന്ന ജയ്സ്വാളിന്റെ സെഞ്ചുറി മികവിലാണ് രാജസ്ഥാൻ മുംബൈയെ കഴിഞ്ഞ മത്സരത്തിൽ തോൽപ്പിച്ചത്. ജയ്സ്വാൾ കൂടെ ഫോമിലേക്ക് വന്നതോടെ ടീം ഡബിൾ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഇത്തവണ കിരീടം നേടിയിട്ടേ വിശ്രമമുള്ളൂ എന്ന മട്ടിലാണ് സഞ്ജുവും കൂട്ടരും. ലോകകപ്പ് സ്ക്വാഡിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന സഞ്ജു ശനിയാഴ്ച ഒരു സെഞ്ചുറി അടിക്കുന്നത് കാണാനാണ് ഏവരും കാത്തിരിക്കുന്നത്.